ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരിക്കലും സക്സസ് ആവില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇതാ ഞാൻ ഇന്നിവിടെ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂർ മുന്നെങ്കിലും കുഴച്ച് വെക്കണം, കുറഞ്ഞത് 1-2 മണിക്കൂറായ അത്രയും നല്ലത്. ഇതാ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രസ്റ്റീജിൻ്റെ ചപ്പാത്തി മേക്കറാണ്. അതിൽ 2 കളറ് ലൈറ്റ് നിങ്ങൾക്ക് കാണാം, റെഡും ഗ്രീനും. സ്വിച്ച് ഓൺ ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം ആ ഗ്രീൻ ലൈറ്റ് ഓഫ് ആവും. ഗ്രീൻ ലൈറ്റ് ഓഫ് ആയതിന് ശേഷം മാത്രം വേണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോൾ റെഡ് ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാ ഞാൻ നോക്കുക, അതിൽ നിന്ന് 2 ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവ് 2 ബോളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിനുശേഷം വീണ്ടും കയ്യിലിട്ട് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്യുക. നല്ല റൗണ്ട് ആക്കിയതിന് ശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഒന്ന് റൗണ്ടാക്കി ഇങ്ങനെ ആക്കി വെക്കുകയാണ്. ഇത് ഏത് മാവ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗോതമ്പ് വാങ്ങിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് വെച്ചിരിക്കുകയാണ്. മില്ലിൽ കൊടുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് പൊടിയെടുക്കാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതാ നോക്ക്, ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ റെഡ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഈ സമയത്താണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങേണ്ടത്. ഇനി നമ്മൾ ആദ്യം പരത്തി വെച്ചിരുന്ന ഒരു റൗണ്ട് ആക്കി വെച്ചിരുന്നില്ല കൈകൊണ്ട്, അത് ഒരെണ്ണം എടുക്കുക. സൂക്ഷിക്കണം, കാരണം ഇതിന് നല്ല ചൂടായി കിടക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഹാൻഡിലും ഒക്കെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ ദോശക്കല്ലിൽ ഉണ്ടാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പാനിൽ ഉണ്ടാക്കുവാണെങ്കിലും ഒക്കെ അത് നമ്മൾ ചൂടായി കിടക്കുവാണല്ലോ, അത് ശ്രദ്ധിക്കണമല്ലോ. ഇതാ നോക്ക്, നമ്മൾ കൈകൊണ്ട് പരത്തി വെച്ചിരുന്ന അതൊരു ബോൾ എടുക്കുക. അതിന് ശേഷം സെൻറ്ററിനേക്കാളും കുറച്ചുകൂടെ ബാക്കിലേക്കാക്കി വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഒറ്റ ഒരു പ്രസ് അടച്ചിട്ട് ആ ഹാൻഡിൽ വെച്ച് ഒരു പ്രസ് കൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ സ്പ്രെഡാക്കി എടുക്കണം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്താൽ കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മാവ് അത്രയും സോഫ്റ്റ് ആണെങ്കിൽ ഒറ്റ ഒരു പ്രസ് കൊണ്ട് തന്നെ ഇതിങ്ങനെ പരന്നു വരും. ഇതാ നോക്ക്, നമ്മുടെ ചപ്പാത്തി നന്നായി പരന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം 1 മിനിറ്റ് തന്നെ വേണ്ട, അപ്പോഴേക്കും നമുക്കതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വരും. അത് നോക്കിക്കേ, സെൻറ്ററിലും കുറച്ചുകൂടെ ബാക്കാക്കി ഇറക്കി വെക്കണം നമ്മൾ മാവ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് തന്നെ വേണ്ട, അതിൽ ചെറിയ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങും. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ അത് മറിച്ചിടണം. ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ബബിൾസ് വന്നേക്കുന്നുണ്ടോ? ഈ സമയത്ത് നമ്മളതിനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വശവും ഒരു 1/4 മിനിറ്റ്, 1 മിനിറ്റ് തന്നെ വേണ്ട, ഒരു 1/4 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരുന്നത്. ഇത് കണ്ടോ, ഇത് ഇപ്പം തന്നെ ഒരു ബബിളായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ചൂടായി കിടക്കുമല്ലേ. നമ്മുടെ മാവ് നല്ല സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ കല്ലിൽ എടുക്കുന്നതിലും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വേണം ഇതൊന്ന് കുഴയ്ക്കാനായിട്ട്. എന്നാൽ വെള്ളം കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. അരമണിക്കൂർ മുന്നേ എങ്കിലും കുറഞ്ഞത് കുഴച്ച് വെക്കണം. ഇതാ നോക്ക്, നമ്മുടെ ചപ്പാത്തി ഇപ്പം നല്ല ഒരു ബബിളായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഏതെങ്കിലും ഒക്കെ ഒന്ന് തടവി കൊടുക്കുന്നത് നല്ലതാണ്. നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചപ്പാത്തി വന്നോളൂ. കണ്ടോ, ഒറ്റ ഒരു പ്രസ്സിൽ മാത്രം ഇത് സ്പ്രെഡാക്കാൻ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഒറ്റ ഒരു പ്രസ്സിൽ മാത്രം ഇത് സ്പ്രെഡാക്കി എടുക്കുക. ബബിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ആ വശവും ഒരു 3/4 മിനിറ്റോളം എടുക്കുമ്പോൾ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ ചപ്പാത്തി നല്ല ഒരൊറ്റ ഒരു ബബിളായിട്ട് വന്നതാ പുറത്തേക്ക് വന്നേക്കുന്നത്. നോക്കിക്കേ, എത്ര പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും കൂടെ
സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കാസറോളിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്കൂർ വേണേലും നല്ല സോഫ്റ്റായിട്ട് ഇരുന്നോളും. കുഴയ്ക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരത്തെ കുഴച്ച് വെക്കാനും ശ്രദ്ധിക്കുക. നമ്മുടെ ചപ്പാത്തി ഇത്ര വേഗം ചുട്ടെടുക്കുക. 2 മിനിറ്റ് പോലും വേണ്ട ഒരു ചപ്പാത്തി റെഡിയായി കിട്ടാനായിട്ട്. ഈ ചപ്പാത്തി മേക്കർ മേടിക്കണോ വേണ്ടയോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം കുറേ ആൾക്കാരെല്ലാം പറയുന്നത് ഇത് ഫ്ലോപ്പാണ്, ഒരിക്കലും സക്സസ് ആവില്ല എന്നൊക്കെയാണ്. പക്ഷേ ഞാനും അങ്ങനെ വിചാരിച്ച് കുറേ നാൾ വാങ്ങണ്ട പൈസ പോകും എന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ഇരുന്ന് വാങ്ങിക്കാതിരുന്നു. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇത്രയും പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അധികം കറണ്ടും ആവില്ല. എന്തായാലും എല്ലാവർക്കും ഇത് ഹെൽപ്ഫുള്ളാവും, ഉറപ്പാണ്. വാങ്ങണമെന്ന് വിചാരിക്കുന്നവരൊക്കെ വാങ്ങിക്കോളൂ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങിക്കാം. അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും. അതനുസരിച്ച് നമ്മൾ ചെയ്താൽ കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പ്രസ്റ്റീജിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലതാണ്, വളരെ ഹെൽപ്ഫുള്ളാണ് എനിക്ക്. നോക്കിക്കേ, നമ്മുടെ ചപ്പാത്തി ഫുൾക്കെ ആയിട്ട് വന്നേക്കുകയാണ്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ചപ്പാത്തികളെല്ലാം. പരത്തവും വേണ്ട, ചുടാനും പരത്താനും ഒക്കെ സമയം കളയണ്ട. ഇത് പരത്തലും ചുടലും എല്ലാം ഒപ്പം തന്നെ കഴിയും. വളരെ നല്ലതാണ്. വാങ്ങണമെന്നുള്ളവരൊക്കെ വാങ്ങി നോക്കിക്കോളൂ. നോക്കി, ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷവും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ലെയറായിട്ട് വന്നേക്കുന്നത് കണ്ടോ, വളരെ നല്ലതാണ്. വാങ്ങണമെന്നുള്ളവരൊക്കെ വാങ്ങി നോക്കിക്കോളൂ. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.